5:80. വേണ്ട, ഞാൻ കൊടുക്കാം. ഓ, என்ன சார் 6 രൂപ? പോതും അയ്യാ, മതി മാഷെ. 130. വരൂ. വരൂ. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ ശരിയായില്ല. വെറും ഒരു സാധാരണ സിനിമ, സാധാരണക്കാരന്റെ വികാരങ്ങളെ വിറ്റ് കാശാക്കുന്ന ഈ ഏർപ്പാട് നമ്മുടെ സിനിമയിൽ എപ്പോഴാണോ അവസാനിക്കുക? മിസ്റ്റർ അപ്പുവിന് എന്ത് തോന്നി? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പടം ഒരു ഇതില്ല. ഈ സിറ്റിയില് നല്ല പടങ്ങളൊന്നും വരാറില്ലേ? വരാറുണ്ട്. അവസാനമായിട്ട് റിലീസ് ചെയ്ത ക്ലാസ് പടം ഏതാ? മുന്താനെ മുടിച്ച്. മുന്താനെ മുടിച്ച്. അതൊരു ക്ലാസ് പടമാണല്ലേ? പിന്നെ ഞാൻ കണ്ടില്ല. കേരളത്തിൽ റിലീസ് ആയിട്ടുണ്ടാവില്ല? ഓ, ഉണ്ടാവും. ഞാനങ്ങനെ തിയേറ്ററിൽ പോയി പടങ്ങളൊന്നും കാണാറില്ല. ക്ലാസ് ഫിലിംസ് മാത്രം കാണാനായിട്ട് ഞങ്ങളൊരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്കലാഞ്ചലോ അന്റോണിയോയുടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. അപ്പു മൈക്കലാഞ്ചലോന്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. ഒറ്റപ്പടം കണ്ടിട്ടില്ല. മാഷ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഇവിടെ എത്ര ദിവസം ഉണ്ടാവും മാഷ? തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സ്വാമി. പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടിലുള്ളമാർക്കേ പറ്റൂ. ശങ്കര, ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര സ്വാമി, ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കെ ശങ്കര. വിൽക്കാനല്ലേ താൻ അത് ഞാൻ പറയണേള്. കണ്ണും പിണിയും കണ്ടുകൂടും. സ്വാമി, ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും, ചെവല കത്തിയാ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ? അത് കൊള്ളാൻ ശങ്കര. സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുരുട്ട് ചെമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ് ഇപ്പൊ ഇതേ ഉള്ളൂ. നാലെണ്ണയ്ക്ക് പാറ്റാഗുളിയെ വാങ്ങിച്ച് പാട്ടിക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കേ ഒഴിയട്ട് തരി. 4 എണ്ണമെങ്കിൽ 4 എണ്ണ വായു ഗുളിയ വാങ്ങിക്കാവല്ലേ? അതൊക്കെ ഓന്റെ തന്തപ്പുഴ വരുന്നുണ്ട്. ആ വാലുവനും ഉണ്ടല്ലോ കൂടെ. നമുക്കൊരു വേല ഇറക്കാം. അയ്യോ, ആള് വെച്ചതാ. അതൊന്നും സാരമില്ല, വാ വാ. മുതലാളി കോളേജിലേക്കായിരിക്കും. ഒവേ, അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേർ? അതല്ല മുതലാളി, കോളേജിൽ ഭയങ്കര ലഹള നടക്കുന്നു. കോളേജിൽ പിന്നെ എന്താ നടക്കണം? അവിടെ പഠിത്തം നടക്കുന്നേ എന്ന് വിളിച്ചു പറയുന്ന പോലെ ലഹള നടക്കുന്ന കാര്യം പറയുന്നത് അല്ലേ മുതലാളി? സ്റ്റുഡൻസിനെ വിളിച്ചാവും എനിക്കരുത്. അടിപിടിയുടെ കൂട്ടത്തിൽ മുതലാളിയുടെ മകനും ഉണ്ട്. എന്റെ മകനാ? മോഹനചന്ദ്രനാ? അതെ, അടിയുടെ ചന്തയാണ് അവിടെ. ഭയങ്കരം ഭയങ്കരം. എന്താ ഇതിനുള്ള കാര്യം? കാര്യം എന്തോന്ന്? രാഷ്ട്രീയം അല്ലാതെന്താ? എങ്കിൽ നമ്മക്കൊരു പണി ചെയ്താലാടാ സാറേ. നേരെ കോളേജിൽ അങ്ങ് കയറി ചെല്ലാമെന്നോ? അത് വേണ്ട, അത് വേണ്ട, അത് ബുദ്ധിയല്ല. എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അല്ലേ? അവിടെ തന്റെ അമ്മായിയപ്പനുണ്ടായിരിക്കും. ഇവിടെ ഒന്ന് ഉമ്മക്ക് വഴിമാറിപ്പോകാം. അവര് നമ്മളെ കാണണ്ട. കൊള്ളാം, നല്ല തന്തയാണ്. ഈ തന്ത ഇങ്ങനൊക്കെയാണ്. മക്കവോ പോട്ടെ വാല. മക്കവോ ഞാനിപ്പോ വല്ലതും പറഞ്ഞാടോ? ഇല്ല. പിന്നെ താൻ എന്തിനാണ് എന്ന് വെച്ചത്? എന്താണാവോ? വാടോ സാറേ. എന്താ തണുപ്പ് ഐസ് ഫാക്ടറി അത്? ആരാ ഇവിടുത്തെ മാനേജര്? അദ്ദേഹമാണ്.
അയാളാ ആ നമ്മളിവിടുത്തെ മാനേജരെ അതെ ഇരിക്കൂ. ഇരുത്തരുത്. എന്റെ ബില്ല് പാസ്സായിട്ടോന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? KK സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? K കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അതിനെ അളീനെ ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെങ്കിലും പറഞ്ഞോ? ക്ഷണിക്കണം. ദേ വെറുതെ കുര്യന്റെ സ്വഭാവം ചീറ്റാക്കരുത്. നാട്ടിൽ കിടന്ന പെമ്പിളർക്ക് ബാറ് കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ആ ചെറ്റക്കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം. നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക. എന്ത് അടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്ക. ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? കാശിലേ പറ, ഞാൻ കീഴ്ക്കാരൻ്റെ മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടാ. എന്തങ്ങനെ? ഞാൻ പോവാ. ഓ, ഓടുമ്പോ നടുവേ ഓടണം. അത് മഹാമണ്ഡത്തരാണ്. അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല്. ഇന്നങ്ങനെ ഓടിയാലേ ട്രാഫിക്കിൽ എത്തുമ്പോ അവിടുന്ന് ഓട്ടോറിക്ഷ, ഇവിടുന്ന് മിൽമ വണ്ടി, ബാക്കിൽ നിന്ന് മത്തി ലോറി എല്ലാം കൂടി കയറി കഴിയുമ്പോ ക്ലീൻ ചതഞ്ഞരഞ്ഞ് മരിച്ചിരിക്കും. നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ ഈ ഹോട്ടലിന് എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. അമ്മാവാ, ഇവിടെ വരുന്ന സായിപ്പന്മാർക്ക് നമ്മുടെ നാടൻ സാധനങ്ങളായ ഇടിയപ്പം, മുട്ടക്കറി, പുട്ട്, കടല, കപ്പ, മീൻകറി, കഞ്ഞിയും പുഴുക്കും അത് പ്ലേറ്റിൽ കൊടുക്കരുത്, ഇലയിൽ കൊടുക്കണം. പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. എന്നിട്ടൊരു പാളത്തൊപ്പിയും തൂമ്പയും കൂടെ സായിപ്പന്മാരുടെ കൈ കൊടുത്താ സായിപ്പും മദാമയും കൂടി ഇവിടുത്തെ മിച്ചഭൂമി മുഴുവൻ കിളച്ചിട്ടയച്ച് അവർ അടുത്ത പ്ലെയിനിൽ കയറി അങ്ങ് പോവും. ഒന്ന് പോണം ബ്രദർ. അമ്മാവാ, ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം ഗോവൻ ഭക്ഷണമാണ്. ഗോവൻ ദഹിവാല, ഗോവൻ ഗർച്ച പുഡിംഗ്, ചിറാപ്പുഞ്ചി ഫിഷ് മോളി. ഒരസൽ ഗോവൻ കുക്കിനെ എനിക്കറിയാം, മിസ്റ്റർ ഫെലക്സ് സ്റ്റാൻസ്ലാവസ് ലാബ്രഡോർ. അവന്മാർക്ക് എന്ത് കൊടുക്കണമടാ? അവന്മാരല്ലമ്മാവാ, ഒരാളാ. സമ്മതിച്ചോ? ഓഹോ, സമ്മതിച്ചോ? അമ്മാവന് സമ്മതിച്ചാൽ ഈ ഹോട്ടൽ പ്രസ്ഥാനമായുള്ള സകല ബന്ധങ്ങളും ഏർപ്പെടുത്തി ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. വേണ്ട ബ്രദർ, അങ്ങോട്ട് മാറിയിരുന്ന് 10 കുഴിയും കുഴിച്ച് ചേമ്പലയും വാഴയിലയും ഇട്ട് അതി കഞ്ഞിയും പുഴുക്കും കോരി ഒഴിച്ച് കുഴിയുടെ അരുവി ഇരുന്നു സായപ്പന്മാര് വന്ന് കോരി കുടിച്ചേച്ച് കാണിക്കേട്ടേച്ച് പോവും. ബിസിനസ് ഐഡിയ. ബ്രേക്കും പുല്ലി ഒന്നും നിന്നോളൂ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി. അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണ വിൽക്കാൻ തന്നെ? അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ, അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ? എന്തായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം. പേരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര 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 പാട്ട് കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായി എടുത്തോണ്ട് വന്നെ. ശങ്കരനെ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് മുടിഞ്ഞ്. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കം. അതെനിക്ക് പണ്ടേ അറിയാം സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ? സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചവന്ന് മാറ്റാം. വന്നോളൂ. പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവെങ്കിൽ ഉണ്ടാവും. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സിനകത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 5-6 റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ 5-6 കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് ഇറങ്ങും. വില്ലൻ സുരേഷ് മേനന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ? അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ അല്ല കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണൻ. May I come in, sir? Yes, coming. പ്രഭാകരൻ സാർ തന്നതാ. KP അപ്പു നായർ. അപ്പു ഇതിനു മുമ്പ് എവിടെയാ ജോലി ചെയ്തത്? ടൈറ്റാനിയത്തിലായിരുന്നു. ഓഹോ, 2 വർഷം കളിച്ചു. അവരുടെ ഫുട്ബോൾ ടീമിലെ
ഓ, എന്നിട്ട് റെയിൽവേയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ചിരട്ട തെറ്റി. എന്താ? കാലിന്റെ മുട്ടിന്റെ ചിരട്ട തെറ്റി. ഓ, അത് ശരി. അപ്പോ അപ്പുവിന് ഭാരിച്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ദേഹാധ്വാനം ചെയ്യേണ്ട പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയ ഇവിടെ നല്ല ജോലി ഉണ്ടാവും. അല്ല, ഞാൻ അക്കൗണ്ട്സും മറ്റും നോക്കിയാൽ മതിയാവൂലേ? അപ്പുവിന് ഈ അക്കൗണ്ട്സ് ഒക്കെ ശരിയാക്കാൻ അറിയൂ? പിന്നെ ഞാൻ കുറെ കാലം കിരൺ കെമിക്കൽസിൽ പാർട്ട് ടൈം അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്നു. ആ, വെരി ഗുഡ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. എന്റെ ഈ ടാക്സും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും നോക്കാൻ ബുദ്ധിമുട്ടില്ല സാർ. അപ്പു എന്ത് ശമ്പളം പ്രതീക്ഷിക്കുന്നു? അങ്ങനെയൊന്നുമില്ല സാർ. എന്താ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ലേ? പറയൂ, പറയുന്നതിനിപ്പോ എന്താ? അല്ല സാറ് പറഞ്ഞോളൂ. അപ്പു എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാലോ. ഒരു ആ ആ ആ ആ 1000 രൂപ. 1000 rupees. അപ്പുവിന് ഞാനൊരു 300 രൂപ തരും. ഞാനെന്നാ ജോയിൻ ചെയ്യാൻ വേണ്ട സാർ? എന്നായാലും വിരോധമില്ല. ഞാനോടാ ലൈഫ് കാർഡ്. ശരിക്കും അത് തന്നെ അറ്റിട്ടോ. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ടില്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ് പുഷ് പാർട്ടിക്ക് വരുന്നത്? നിന്റെ ഈ വളിച്ച കോംപ്ലക്സ് കളയടാ. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് കോഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചു നടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാട. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവുക. നാളെ രാവിലെ വീട്ടിൽ വരണം. ബൈ. നാളെന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളൊരു പ്രശ്നം. അതിൽ നീ ഇടപെടണ്ട. അത് പടച്ചോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിച്ചോണം. എന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവാനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. അള്ളാ അള്ളാ അള്ളാ. നമസ്കാരം മൊയിലാളി. മെല്ലെ 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 ഇറക്ക്, മെല്ലെ. പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുളച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാല് ഞാൻ പിടിച്ചാണ് മൊയിലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്ത് തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യോ മൊയിലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും തന്നെ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ. ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യയല്ലോ ആണ്. ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. കിരിക്കാട് തീരത്തിൽ പൊറി എനിക്ക് മടുത്തു. മൊയിലാളി ആകെ 5 എണ്ണല്ലേ? എന്ത് അസ്ത്രം 2 എണ്ണമുണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം രംഗത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ തുറന്നെടുത്തോ.
ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ബാലേട്ടൻ ഗോപിയേട്ടനാ? അല്ല, ലാലേട്ടൻ, മോഹൻ ലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷോ 15 ലക്ഷം? മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്ക് എന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരോടെ? സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല. വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി മതി സൗകര്യം ഒട്ടുമില്ല എന്ന് തന്നെ ഓ പറയാം. മതി മതി. സോറി, ഏത് ടൈപ്പ് ലൊക്കേഷനാണ് സാർ വേണ്ടത്? എല്ലാ ടൈപ്പും വേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് താൻ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാൻ സാർ. ഞങ്ങളുടെ ദോ ചോറോങ്കി കഹാനിക്ക് വേണ്ടി കുറെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. നായിക നസീമക്ക് ഇടാനായി. സീമയോ? സീമയല്ല, നസീമ. അതൊന്ന് വിൽക്കണം. സ്വർണ്ണക്കടയിൽ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല. അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള വല്ല സ്ത്രീകൾക്കും കൊടുത്താൽ അല്ലേ? അല്ല, ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ സാർ? പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനൽ ഉപയോഗിക്കൂ. 19 കോടി മുടക്കുമ്പോ 1.5 ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട്. അവർക്കാവുമ്പോ ഈ ആഭരണ ഭ്രമവും ഒപ്പം പണം ഉള്ളതിന്റെ പേരില് വിറ്റ വലിയ നഷ്ടമൊന്നും വരൂല. എങ്കിൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എനിക്ക് അവരാരെയും പരിചയമില്ല. ചെന്ന് പരിചയപ്പെടൂ. അല്ല, അവിടെ സ്റ്റെൻഡ് പാർട്ടിപ്പെട്ട ഒരാളെ എനിക്ക് പരിചയമുണ്ട്. സാറന്മാര് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോ പക്ഷെ കാശില്ല, ബസ് കാശ് ഒന്നും ഇല്ലാണ്ട് ഞാൻ വെറുതെ അവിടെ വരെ നടക്കണം. അപ്പൊ ജോലി കിട്ടുന്നതിന് മുമ്പ് പ്രൊമോഷൻ കിട്ടും. എന്നിട്ട് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നീടാണ് 8 വർഷം മുമ്പ് മരിച്ച പെങ്ങളുടെ അതേ ഛായ ഉണ്ടെന്ന് പറഞ്ഞ് ശോഭയുമായ ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഒരു സിസ്റ്റർലി അഫെക്ഷൻ. അത് പിന്നീട് ഹോസ്റ്റലിലേക്ക് കയറി പറ്റാനുള്ള ഒരു വഴിമരുന്നാണ്. തന്നെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് കുടുംബത്തിൽ കയറ്റും? ആരും കേറ്റിയല്ലോ, നമ്മൾ ഓടിയൊക്കെ കേറിയല്ലേ. അയ്യോ എന്റെ സുജാതേ, വിശന്നിട്ട് വയ്യ. ചില്ലറ ചെലവിൽ വെച്ചിരുന്ന കാശെടുത്താ പണ്ടാറ് അടങ്ങാൻ സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുത്തത്. വല്ല ചപ്പാത്തിയോ ചാണപ്പട്ടയോ എന്തെങ്കിലും ഒട്ടെത്താ വെച്ചിട്ട് നിക്കാൻ വയ്യാഞ്ഞിട്ടാ. അയ്യോ, അടിവയറ്റിൽ നിന്ന് കുതിച്ചല്ലേ വിശപ്പ്. ഓ, ഇവിടെ ഉരുപ്പില്ല. എന്നാ ഞാൻ അടുക്കള കയറി നോക്കിക്കോട്ടെ. അവിടെ ഇടും. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ട സുജാതെ പണ്ടാരടങ്ങാൻ. പ്രേമിക്കാൻ നടക്കുകയല്ലേ, കണ്ടവർ ഐശ്വര്യമെങ്കിലും വരട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ നമ്മുടെ പണിക്കരെ കണ്ടിരുന്നു. എപ്പോഴാ ഇന്റർവ്യൂ? അയ്യോ, അത് അടുത്ത തിങ്കളാഴ്ചയാ. എന്ത് പറഞ്ഞു? പണിക്കർ ഇന്റർവ്യൂ ബോർഡിലുണ്ട്. വേണ്ടൊക്കെ ചെയ്യാവുന്ന നേരിട്ടുണ്ട്. ഇനി താൻ അവിടെ ചെന്ന് തന്റെ ഇന്റലിജൻസ് ഒന്നും കാണിക്കാതിരുന്നാ മതി. കിട്ടുമോ? കിട്ടും. ഞാനും പണിക്കരും തമ്മിൽ അത്ര അടുപ്പത്തിലല്ലേ. ദൈവമേ. പിന്നെ ഒരു കാര്യം, ഇതെന്റെ അവസാനത്തെ ശ്രമമാണ്. നന്നാവുന്നെങ്കിൽ നന്നാവും. നന്നാവണമെന്ന് ആഗ്രഹമില്ലാണ്ടാണോ ബാബു? ഞാൻ ഇപ്പൊ തന്നെ ഈ ഹോസ്റ്റലിലെ പരിപാടി വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ? അത് കവിതമാശാന്നാ വിചാരിച്ചത്? അല്ല, സീരിയസ് ആയിട്ട് തന്നെ. അതും നന്നാകാനുള്ള ഒരു വഴിയാ. ഇത് ശരിയായാൽ അത് ശരിയാവും. രണ്ടും ശരിയായാൽ മൊത്തം കാര്യങ്ങൾ ശരിയാവും. രോഹിണിക്ക് വല്ല ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈനോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ. നീ വലിയ ശീലാവർക്ക് അറിയൊന്നും വേണ്ട. എല്ലാവരും ഒന്നൊന്നും എന്തു ആവാണോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം എന്നെ ജയിലിലും കയറ്റും അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നിട്ട് എന്നെ കയറി പിടിക്കാവുന്ന എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ.
ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും വന്ന് അവട്ടമില്ലേ ഞാനോ ഈ കയ്യമോ ഈ രാഘവനും. അനാവശ്യം പറയരുത് കേട്ടോ. അതാ ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ എന്റെ ഭാവി എടുക്കണം. അടിക്കല്ലേ? എന്താ സുഖു? ഞാൻ തങ്കപ്പഞ്ചേട്ടനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? ഇത് നോക്കി, എന്തൊരു അന്യായമാണിത്. എന്റെ വീട്ടിലെ മീറ്റർ കേടായിട്ട് 1 മാസമായി. 3 തവണ ഞാൻ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇപ്പോൾ അഡീഷണൽ ബില്ല്. നീ ഓഫീസിൽ വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു. അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാന്ന്. ആദ്യം കാശ് അടയ്ക്കാൻ, പിന്നെ അന്വേഷണം നടത്തി സത്യം ബോധ്യപ്പെട്ടാൽ അടുത്ത ബില്ലിൽ കുറച്ച് തരാമെന്ന്. കാശ് അടച്ചില്ലെങ്കിൽ നാളെ ഫീസ് വരുന്നു പറഞ്ഞു. അത് കാണാ. ഫ്യൂസ് ഇടാൻ വരേണ്ടത് ഞാനാ. വേറെ അവന്മാരെന്ത് പറഞ്ഞു? എന്ത് പറയാൻ, ഞാനൊന്ന് വിറപ്പിച്ചു. മണ്ണെണ്ണയ്ക്കും മെഴുകുതിരിക്കും ഈ നാട്ടിൽ ക്ഷാമമില്ല, കറണ്ട് കട്ട് ചെയ്തോന്ന് പറഞ്ഞു. അത് നന്നായി. ആവേശം കൊണ്ട് മണ്ണെണ്ണയുണ്ട് മെഴുകുതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ കറണ്ട് പോയാൽ പിള്ളേരുടെ പഠിത്തം കുഴയും. ബില്ല് കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ചേട്ടൻ വിചാരിച്ചാൽ. നിന്റെ മീറ്റർ കേടായ വിവരം ഞാൻ അറിഞ്ഞു. പോയി നോക്കാൻ ഓഫീസിൽ നിന്ന് പറയുകയും ചെയ്തു. അത് ഞാനങ്ങ് മറന്നുപോയി. നീ ആ ബില്ലിങ് ഇതാ. ഞാൻ എഞ്ചിനീയർ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ സൈക്കിൾ നോക്കിക്കോ. ആ ചേട്ടാ പോരെ, നേരം കുറയായി. എനിക്കൊരു ലാർജ് കൂടി വേണം, എന്നിട്ട് നിർത്താം. ഒരു ലാർജൂടെ ബില്ലും കൊണ്ടുവന്നേക്ക്. എന്റെ ഈശ്വര, കറണ്ട് ബില്ല് 60 രൂപ കുറച്ച് കിട്ടി. ഇപ്പൊ ഇവിടെ ബില്ല് 260 രൂപയായി. ഇവിടെ കുറപ്പിച്ചു തരാനൊന്നും എനിക്ക് പറ്റൂല. നീ ആ ബില്ലങ്ങ് കൊടുത്തേക്ക്. ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എച്ച് എം എത്തിയിട്ടില്ല. എച്ചമോ? എച്ച് എം ഹോം മിനിസ്റ്റർ എത്തിയിട്ടില്ല. 1 മണിക്കൂറാവും. അതിന് ഞാൻ എന്താ വേണം? നമുക്ക് ഒരേ കാപ്പൊടിക്കാം. എന്താ എന്തിന്? എടാ മിനിസ്റ്റർ ഒരാൾ കാര്യം നടക്കൂ. അയ്യോടാ, നീ മിനിസ്റ്ററും ഗവർണറും ഒന്നും കാണണ്ട. നീ ആ സെക്ഷനിൽ പോയി ചോദിച്ചാൽ മാത്രം മതി. സർ, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും അടുത്ത ബാച്ചിനെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കുക ഒന്ന് നോക്കി പറയാമോ സാർ? ഇത്രേ ഉള്ളു കാര്യം. എടാ ഇത് സെക്രട്ടേറിയറ്റ് ആണ്, കാളത്തന്തല്ല. നീ പറയുന്ന സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അയ്യോടാ, ഒരു മിനിസ്റ്റർ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ മിനിസ്റ്ററുടെ ടേബിൾ കടന്നു വേണം പോകാൻ. അതെ, പോണം. പൊയ്ക്കോ. പോകുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പോയി ഡിപ്പാർട്ട്മെന്റിൽ ഇക്കാര്യം തോമസ് ഊട്ട് എടുത്തോ രാമേന്ദ്രന്റെ അടുത്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ അതുവഴി വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പസം തെറ്റും. എടാ, അതിന് നിങ്ങളുടെ ഇരിപ്പത്തിനാ തെറ്റുന്നത്. ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. എടാ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ, വെരി ക്ലോസ്. ചുരുക്കത്തെ സംഗതി നടക്കുകയല്ലെന്നർത്ഥം. ഒരിക്കലും ഇല്ല. റീത്ത നടന്നോളൂ, ഞാൻ വരാം. നീ ഇവിടെ വെയിറ്റ്. ഞാൻ റീത്തയുടെ ഒരു മാർക്ക് ലിസ്റ്റ്. അല്ലേ വേണ്ട, നീ കോപ്പി വെയിറ്റ്, ഞാൻ അവിടെ വരാം. അല്ലേ വേണ്ട, ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീത്തയുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത്. ഓടാ. എന്തൊരു താളം. ഒടിഞ്ഞ വായി ഇല്ല ഉറങ്ങ ഉള്ളത് വിളിക്കല്ലേ, കീടാണ്. വെള്ളം വെള്ളം. ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. അടുത്ത 8-ാം തീയതിയുള്ള പ്രോഗ്രാമോ? 8-ാം തീയതി രാമായണം കളിക്കും. അത് കഴിഞ്ഞാൽ കഥ മാറ്റും. പുതിയ കഥ സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്നറിയാമോ? കിഴവിയായിരിക്കാം, ചക്കുകുറ്റി. ഈ നായകന് വല്ല മാറ്റമുണ്ടോ? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോയിനി. അവളോ? തന്നെ. ഇല്ല, രോഹിണിയെ നായികയാക്കാൻ പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്നിറങ്ങി നിങ്ങൾ പറഞ്ഞ വലക്കൊണ്ടാക്കണ്ട. ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. എനിക്കിഷ്ട ഒലിക്കുന്നു. നീ നോക്കിക്കോ,
ഞാൻ രോഹിണിയെ നായികയാക്കും. എന്റെ പുതിയ ബാലെ ഒരു കലക്ക് കലക്കും. ആ കലക്കി നാട്ടുകാർ എറിഞ്ഞു കലക്കും. പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ച് പണം കൊണ്ടൊന്ന് ബ്ലേഡ് കമ്പനിയിലിട്ടു. അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വർഷത്തിൽ ഇറങ്ങിയിരിക്കുക. എന്തോന്നാ തേക്ക്. 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യവന്മാർ ഇറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. ആട് മാഞ്ചിയും തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെ അല്ലേ? പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്തു കുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ച് ഒരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിയും. കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിഞ്ഞു വീഴും. ഉഗ്രം ഫാമിലി സബ്ജക്ട്. സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർഖൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിര താമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം. വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടനാ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല? പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാള് പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമുകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്, അതിന് ഇയാള് പറ്റുമോന്ന്. ഹൈറ്റ് ഇല്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ ഇവിടെ? അപ്പോ ഇരിക്കൂ. മാഷ് വൈകുന്നേരം അവിടെ പോയിരുന്നു? ഞാൻ അമ്മണിക്കുട്ടിയുടെ കൂടെ ഒന്ന് പുറത്തു പോയിരുന്നു. എന്തിനാ? വൈകുന്നേരം വന്നിരുന്നു, പക്ഷെ മാഷ കണ്ടില്ല. ഇതെന്താ മാഷെ? ഞാനൊരു കവിയല്ലേ മിസ്റ്റർ അപ്പു. കലാകാരൻ ദുർബലനാണ്. ഞാൻ ഒരു ദുർബലനാ മാഷെ. നമുക്കിടയിൽ എന്തിനാ ഒരു മറ? വെല്ലുവാനാമോ നിന്നെ സർവവും തൃണമാക്കും ചില്ലു ഗ്ലാസിലെ മന്ദസ്മിതമേ ദൗർബല്യമേ വിളക്കി ചേർക്കുന്നു നീ ദുർബല വികാരമേ മനുഷ്യൻ തകർക്കുന്ന ബന്ധബന്ധനങ്ങളെ. എന്ത് ചേർക്കുന്ന? വിളക്കി ചേർക്കുന്നു നീ. ഓ, വിളക്കി ചേർക്കുന്ന. വിളക്കി ചേർക്കാൻ ഇവൻ മാഷ് സ്റ്റൈലായിട്ടൊന്ന് വിളക്കി ചേർത്തട്ടെ. ഞാനങ്ങനെ കഴിക്കാറില്ല. ഓ പിന്നെ അടി അട്ടെ. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ദൗർബല്യങ്ങളുണ്ട്. അപ്പോ ഞാനിന്ന് അമ്മണിക്കുട്ടിയെ കണ്ടു, സംസാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല അമ്മണിക്കുട്ടി. നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്പുവിനെ ഒരു അന്യനായിട്ടല്ല ഞാൻ കരുതിയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല അമ്മണിക്കുട്ടി. മാഷ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മണിക്കുട്ടിയുടെ മനസ്സ് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പോ ഒരു സ്ത്രീയുടെ മനസ്സത്ര പെട്ടെന്നൊന്നും നമുക്ക് പിടികിട്ടാൻ പോകുന്നില്ല മാഷേ. ഈ പ്രശ്നത്തിൽ അപ്പുവിന്റെ സഹായ സഹകരണങ്ങൾ എനിക്കുണ്ടാവണം മിസ്റ്റർ അപ്പു.
തീർച്ചയായും മാഷെ അതുണ്ടാവും. വേണ്ട. അയ്യോ വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്. എവിടെ പോവാ മരുന്ന് കഴിക്കാതെ? ചൂരിലെടുക്കണോ ഞാൻ? കുടിക്ക്. ആ ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? ആ അപ്പൊ ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ. ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. പോട്ടെ. ആ ഇതാണ് പെലെ. പെലയോ? കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി. പെലെ ആയില്ല. വാ. എടാ കഷായ പണ്ടാരമേ, കുഴിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ ഞാനെന്താണോ തെങ്ങിൻ തയ്യാണോ? ഇതാണ് ശിരോവസ്തി. തല എസ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴു ഭ്രാന്ത് നിന്റെ തന്തയ്ക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായി നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്. മോനെ ഓമലക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും. ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോ അസ്ഥി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണാവോ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല മോപ്പ. അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഒത്തയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നല്ലേ? തൽക്കാലം പന്നിയുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഭക്ഷണം ഇവിടെ തൽക്കാലം നമുക്ക് കഴിക്കാം. അമ്മ പർച്ചേസിങ് കഴിഞ്ഞ് ഇപ്പൊ ഇതുവഴി വരും. അപ്പോ ഇതാ അമ്മ എന്ന് പറഞ്ഞ് വിഷ്ണു ആപ്പിൾ കൊടുക്കണം. ടിവിയുടെ കാര്യത്തില് വക്കീലിനോട് ഇപ്പൊ അത്ര രസത്തിലല്ല. ഇതൊരു പറ്റിയ സന്ദർഭമാണ്. അമ്മ വീണത് തന്നെ. നിന്റെ ടി വി പാര ഏറ്റതുകൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കാം. അമ്മയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നെയും ശ്രീദേവിയും തമ്മിൽ അകറ്റാൻ വേണ്ടി കുബുദ്ധികൾ പല കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ വരയിൽ അമ്മയെ പോലെ ബുദ്ധിയുള്ള ഒരു സ്ത്രീ വീഴുക എന്ന് പറഞ്ഞാൽ, പെണ്ണുങ്ങളുള്ള വീട്ടിലെല്ലാം വക്കീല് ടി വി വാങ്ങിച്ചു കൊടുക്കുമെന്നാ എല്ലാരും പറയുന്നത്. ഈശ്വര, അമ്മയ്ക്കല്ലാതെ വേറൊരു കുഞ്ഞിന് ഞാൻ ടി വി. അമ്മയെ നാരായണൻ ചേട്ടന്റെ വീട്ടിൽ ടി വി വാങ്ങിച്ചു കൊടുത്തത് ഞാനല്ല. പിന്നെ ടി വി താനേ പറഞ്ഞ അവിടെ ചെന്നിരിക്കുവോ? ആങ്ങളേക്ക് ടി വി വാങ്ങിക്കാനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം. അതെനിക്കും അറിയാം. ഇത് വേറെ ആരോ ടി വി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്റെ പേര് പറഞ്ഞിരിക്കുക. അതിന്റെ ആവശ്യം നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ. അമ്മേ, അവനെ കണ്ടുപിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി ഞാൻ സത്യം പറയിക്കും. ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്റെ വക്കീൽ. ബില്ല് കിട്ടിയോ? അമ്മേ കണ്ടോ, ദാ ടി വി വാങ്ങിച്ച ബില്ലിന്റെ കോപ്പി ആ കടയിൽ നിന്ന് ഞാൻ സംഘടിപ്പിച്ചെടുത്തതാ. ആരുടെ പേരിൽ ആ ടി വി വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയേ. തോമസ് കുട്ടി, കൂത്രപ്പള്ളി വീട്. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായോ? ആ മാങ്ങാത്തലേനെ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഇടിച്ചവന്റെ ഷേപ്പ് ഞാൻ അത് തന്നെ. അമ്മ കയറിയാട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുവരണം. വരണം. ഇതൊന്ന് തുറന്നേ. ഞാൻ തുറന്നു. അങ്ങനെ വിട്ടൊക്കത്തില്ലല്ലോ. ഞാൻ അപ്പുറത്ത് തുറക്കാം. സമാധാനമായല്ലോ. പാരവെപ്പ് കുലത്തൊഴിലാക്കി മാറ്റിയ കൂത്രപ്പള്ളിക്കാരൻ ഔസേപ്പിന്റെ മകൻ തോമസ് കുട്ടി ഒരു കാര്യം ചെയ്തോണം. ഈ നിമിഷം തന്നെ നാരായണന്റെ വീട്ടിൽ പോയി ടി വി അഴിച്ച് തിരിച്ചെടുത്തോളാം. അത് എടുക്കടാ. ഹലോ, പ്രദീപല്ലേ? ഞാൻ പ്രിയ. ഞാൻ പ്രദീപ. ഏത് നിമിഷവും തന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു.
എങ്ങനെയുണ്ട് മാൻഡ്രേക്കിന്റെ ലീലാവിലാസങ്ങളൊക്കെ? അപ്പോ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ? സംശയം എന്താ? നിന്റെ തന്ത അലിയാസ് പാരപ്പിള്ള എന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇന്ത ഇന്ന ഇറ എന്ന് വരച്ച് ഒരു ദരിദ്രവാസിയായി മാറണം. എന്നാലേ അങ്ങനെ ശരിയാവൂ. അതിനു വേണ്ടിയാണ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തിയത്. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു പാവം കോൺട്രാക്ടർ അല്ലേ? അങ്ങനെ സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ മുതലല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ പോട്ടെ. നിനക്ക് മാന്യമായി ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്നാ തോന്നണേ. നമുക്കിട്ട് പാറി വെക്കുമെന്ന എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആ റിസീവർ ഒന്ന് മാറ്റി പിടിക്കാമോ? മാനം മര്യാദയായിട്ട് ആണുങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കില്ലേ? ഫോൺ താഴെ വെക്കണ കഴിവറി. അത് ചേട്ടാ, ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാനെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്നെ കൊണ്ടൊന്ന് നീ അച്ഛാ, ദേ ഫോൺ. ഹലോ ഹലോ ഹലോ, സന്ദീപ് പോയോ? പോയല്ലോ. എനിക്കിപ്പോ കാണുമെന്ന് ഭയങ്കര മോഹമുണ്ട്. എന്നെയോ? എന്തിനാ കുട്ട ശബ്ദം മാറ്റി എന്നെ പറ്റിക്കണേ? 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറന്നു വന്നേനെ. എന്നിട്ട് ആരാച്ച? അതെ, എന്റെ ഒരു ഫ്രണ്ട്. അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്വല്പം ഫീവർ ഉണ്ട്. ഞാനിത് തന്ന മരുന്ന് കൊടുത്താൽ മതി. ഫീവർ മാത്രമല്ല, അദ്ദേഹത്തിന് എന്തോ കാര്യമായ അസുഖമുണ്ട്. ഞാൻ വലിയ ഡോക്ടറൊന്നും അല്ല. ഇന്നലെ രാത്രി അദ്ദേഹം കാട്ടിക്കുട്ടിയ പരാക്രമം കണ്ടപ്പോ അപ്പൊ തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ. ചിലപ്പോ മാനസികമായിരിക്കാം. ആയിരിക്കാം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പകുതി മരുന്നും പകുതി മാനസിക സംതൃപ്തിയുമാണ് അയാളുടെ രോഗം ഭേദമാക്കുന്നത്, അല്ലേ? ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ചിലരിൽ ഒരാളാ ഇയാള്. കുറച്ചു ദിവസം കൂടെ കിടക്കട്ടെ. കുറച്ച് മെഡിസിൻസും കുറച്ച് ഇഞ്ചക്ഷൻസും 1-2 കുപ്പി ഗ്ലൂക്കോസും. ഗ്ലൂക്കോസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ദോഷമല്ലോ കേട്ടോ. ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ, ഒരു രോഗിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടായാൽ തന്നെ രോഗം മാറും. അങ്ങനെ രോഗം മാറുന്നതുകൊണ്ട് ഡോക്ടർക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഹേയ്, അതെന്താ? അദ്ദേഹത്തിന്റെ അടുത്തിട്ട് കിടന്ന് കളിക്കുന്ന കളി മാനസികമാണ്. ഡോക്ടർ പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യും. പ്ലീസ്. അനക്കണ്ട. ഇത് ഗ്ലൂക്കോസ്. ഇവനെ കയറ്റിയാൽ ക്ഷീണം മാറും. ശ്വാസം കിട്ടാതെ വരുമ്പോ അവനെ പ്രയോഗിക്കാം. അതിന്റെ ഒക്കെ ആവശ്യം വരുമോ? അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. എന്താ വിസ്കിയോ ബ്രാൻഡ്? അങ്ങനെ ഒന്നുമില്ല, എന്തായാലും വേണില്ല. നിറച്ചു വയ്ക്കി. എടോ, താ എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണ എന്തിനാ? ഒഴിച്ചൂറാണ്ട് ആരെന്റെ വാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്ര. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളയാം. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും. ഡയനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് 2 പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നു? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോരെ പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ. ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു.
ഗോവാക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തണോ? ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയവനറോ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചോ? ഡോബർമാനെ മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ എന്തായാലും ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കോ? ഒന്നോ രണ്ടോ അടിച്ചോ, പക്ഷേ ഇറങ്ങടോ ഇറങ്ങടോ. എനിക്ക് തെറ്റിപ്പോയാശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിലൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പോണ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടല്ലേ, അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കഴിയുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ? ആളാരാണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി? എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്ത ഇവൻ വെറുതെ പറയുന്നത് അത് നല്ല കുട്ടിയാ. പോണ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെയും. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവാണ്. ഇവനെ പോലെ നിനക്കും അനുസരണയോടെ നടന്നൂടെ? പുള്ളി 4 ബിസ്ക്കറ്റ് ഫോർ യു. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേനെ. എക്സ്ക്യൂസ് മീ, സുസോളിന്റെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ? ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാർ തന്നിട്ട് വൈറ്റ് ചെയ്ത് പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വയറ്റിൽ നിന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 100-1 അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമനക്കുട്ട കുറയ്ക്കണ്ട, ദാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ. എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടിപ്പുവിനെ കൊണ്ട് ഡോഗ് ഷോയ്ക്ക് പോകും. നീ നമ്മുടെ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴുകാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ? എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. ഇറങ്ങി പോണ പട്ടി. മുതലാളി, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടിമേനോൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരകസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു.
എലിസബത്ത് രാജ്ഞിയോ അവര് മരിച്ചോ എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കുളത്തുനിന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ. ആ ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. ഒരുത്തനെന്റെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കും. ബ്ലഡി റാസ്കൽ.